ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന ബൈബിൾ പഠന വിചിന്തന പരമ്പരയിലേക്ക് സ്വാഗതം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്ന നിരവധിയായ അത്ഭുതങ്ങളിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന അന്വേഷണമാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ അടയാളങ്ങളായി കാണുകയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായ യോഹന്നാൻ സുവിശേഷത്തിൽ 8 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവസാനത്തേത് 21-ാമത്തെ അധ്യായത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തമാണ്. അത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. 13 മുതൽ 21 വരെയുള്ളത് മഹത്വത്തിൻ്റെ പുസ്തകവും. ആദ്യത്തെ ഭാഗത്ത് 7 അടയാളങ്ങൾ ഉണ്ട് നമ്മൾ കാണുകയുണ്ടായി. അതിൽ പലത് നമ്മൾ കണ്ടു. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി നമ്മൾ കണ്ടു. അതിനുശേഷം കഫർനാവിലെ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വിശദമായിട്ട് പഠിച്ചില്ല. ജെറൂസലമിലെ ബെത്തസ്ത കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുന്ന വിശദമായി നമ്മൾ അപഗ്രഥിക്കുകയുണ്ടായി. അതിനുശേഷം ജെറൂസലമിൽ ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തിയത് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. 3 അടയാളങ്ങൾ നമ്മൾ കണ്ടു, 3 കാണാതെ വിട്ടു. ആദ്യത്തേത് രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തേത് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന അത്ഭുതം. അതോട് അടുത്തുള്ള യേശു കടൽ മീതെ നടക്കുന്ന സംഭവം. ഈ 3 അടയാളങ്ങൾ നമ്മൾ വിശദീകരണത്തിന് എടുത്തില്ല, നേരത്തെ ചെയ്തതായതുകൊണ്ട്. ഇനി 7-ാമത്തെ അടയാളമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അത് ദീർഘമാണ്, വളരെ സംഘർഷഭരിതമാണ്. അവസാനത്തെ അടയാളമാണ് 11-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. 11-ാമത്തെ അധ്യായം 57 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. പക്ഷേ ആ സംഭവം ചുരുക്കം 3 വാക്യങ്ങൾ ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ സംഭാഷണം, സംഘട്ടനം, അവസാനം അതിൻ്റെ ഫലം, അത് വളരെ നാടകീയമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ഉള്ള നോക്കുക. ഇത് 11-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. 11-ാമത്തെ അധ്യായത്തിന് മുമ്പ് 10-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പ്രഘോഷണം ആട്ടിൻകൂട്ടത്തിന് കൊമ്പ് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് അവസാനിക്കുന്നത് 39-ാമത്തെ വാക്യത്തിലാണ്. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനു മുമ്പ് 31-ാമത്തെ വാക്യത്തിൽ പറയും, യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ശ്രമമാണ്. ഇതാദ്യമല്ല, വീണ്ടും എന്ന് പറയുമ്പോഴേക്കും ആദ്യം എപ്പോഴാണെന്ന് നോക്കിയാൽ 8-ാമത്തെ അധ്യായം 59-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ യേശു ലോകത്തിന് പ്രകാശമായി അവതരിപ്പിക്കുന്നു, അബ്രാഹത്തിനുമുണ്ട് എന്ന് പറഞ്ഞ് അവസാനം വരുമ്പോഴേക്കും 59-ാം വാക്യം വരുമ്പോഴേക്കും നമ്മൾ കാണും, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു, എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിന് പുറത്തേക്ക് പോയി. അപ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ചതാണ് യേശുവിൻ്റെ സംഭാഷണം. അത് 8-ാമത്തെ അധ്യായത്തിലേക്ക് കല്ലെറിയാനുള്ള ശ്രമമായി തീരുന്നു. അതിനുശേഷമാണ് ഈ അന്ധനെ സുഖപ്പെടുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു സംഭാഷണം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. കല്ലെറിയാൻ ശ്രമിക്കുന്നു. അവസാനം യേശു അവരിൽ നിന്ന് പോയി മറയുകയാണ്. 31-ാമത്തെ വാക്യം 10:31 പറഞ്ഞു, അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അവസാനം അവനെ ബന്ധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 39-ാം വാക്യം, വീണ്ടും അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി. ഇപ്പോൾ ജെറൂസലത്തിൽ നിന്ന് പോയി. 7-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വന്നത് 10-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ യേശു ജെറൂസലത്തെ പ്രവർത്തനങ്ങളാണ്. അതിനുശേഷം യേശു അകലേക്ക് പോകുന്നു. വീണ്ടും ഇത് 4-ാമത്തെ തവണയാണ് യേശു ജെറൂസലമിലേക്ക് വരുന്നത് 11-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 11-ാമത്തെ അധ്യായം പെസഹ തിരുനാളുമായി ബന്ധപ്പെടുത്തിയാണ് രേഖപ്പെടുത്തുന്നത്. അത് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിൻ്റെ വിവരണമാണ് കാണുന്നത്. അതും 7 ഭാഗങ്ങളായി തിരിച്ചാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 1-ാം ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കലേക്ക് ആളയക്കുന്നു. 2-ാം ഭാഗം 11-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ലാസറിൻ്റെ മരണം, യേശു ജെറൂസലത്തേക്ക് ലാസറിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുന്നു. 3-ാമത്തെ ഭാഗം 11, 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശു മാർത്തയെ കണ്ടുമുട്ടുന്നു. മാർത്തയുമായുള്ള സംഭാഷണം, യേശു പുനരുത്ഥാന ജീവനുമാണെന്നുള്ള വെളിപ്പെടുത്തൽ. 4-ാമത്തെ ഭാഗം 28, 37 വാക്യങ്ങളിൽ മറിയത്തെ കണ്ടുമുട്ടുന്നു, മറിയവുമായുള്ള സംഭാഷണം.
അവസാനം ഇതിൻ്റെ യേശു ഉയർപ്പിക്കുന്ന സംഭവമാണ് 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ 5-ാമത്തെ ഭാഗമാകുമ്പോഴേക്കും ലാസറിനെ ഉയർപ്പിക്കുന്നു. രോഗിയാണെന്ന് പറഞ്ഞു തുടങ്ങിയ ആ വിവരണം ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ അവസാനിക്കുകയാണ് 44-ാമത്തെ വാക്യത്തിൽ. യേശുവിൻ്റെ പ്രാർത്ഥന ലാസറിനെ ഉയർപ്പിക്കുന്നു. പക്ഷേ ഇത് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദ സാൻഹദ്രിൻ്റെ തീരുമാനമാണ് 45-53 വാക്യങ്ങളിൽ. ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദർ എടുക്കുന്ന തീരുമാനം, അത് സാൻഹദ്രിൻ സംഘം ഒരുമിച്ച് ചേർന്ന് സമ്മേളിച്ച് അവനെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഔദ്യോഗികമായി. ഈ പശ്ചാത്തലത്തിൽ 54-57 വാക്യം. 7-ാമത്തേത്, യേശു അവിടുന്ന് അകന്നു പോകുന്നു. എവിടെയാണെന്ന് അറിയില്ല. യേശു അവിടുന്ന് അകന്ന് എവിടെയോ പോയി താമസിക്കുന്നു. യേശുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ നേതാക്കന്മാർ അന്വേഷിക്കുന്നു. അവസാനിപ്പിക്കുന്നതിനാണ്, അവൻ എവിടെയെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തു. ഇവിടെയാണ് അവസാനം ഒരു രോഗിയായ ലാസറിൻ്റെ വിവരണം അവതരിപ്പിച്ചുകൊണ്ട് ചെന്നു ചേരുന്നത് അവസാനം യേശുവിനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നിടത്താണ്. അപ്പോൾ എന്താണ് ഇതിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക? എന്താണ് ഈ സംഭവത്തിൻ്റെ വിവരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത്? ലാസറിൻ്റെ മരണവും ഉയർപ്പും യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും ദീർഘമായ വിവരണമാണ്. ഒരു മരിച്ചവന് ജീവൻ നൽകുന്നതാണ് സംഭവം. ഈ സംഭവത്തിൽ നമുക്ക് പടിപടിയായിട്ട് പോകാം. ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഓർക്കുക. യേശുവിനെ കല്ലെറിയാനും ബന്ധിക്കാനും ശ്രമിച്ചപ്പോൾ അവിടുന്ന് ഒളിച്ചോടിയതുപോലെയായിരുന്നു. ജോർദാൻ നദിയുടെ അക്കരെ യേശു താമസിക്കുന്നു. അവിടുന്നാണ് യേശു ഇങ്ങോട്ട് വരിക. ലാസർ എന്നു പേരായൊരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥനിയായിരുന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവരുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്നു പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിന്, അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗി ആയി എന്ന് കേട്ടിട്ടും യേശു താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചു. അതാണ് തുടക്കം. ലാസർ എന്നു പേര് എലിയേസർ, ദൈവം എൻ്റെ സഹായം. അതാണ് ലാസർ എന്ന പേരാണ്. ബെഥാനിയ ജെറൂസലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഏകദേശം 3 കിലോമീറ്റർ ജെറൂസലത്തിൽ നിന്ന് കിഴക്കായിട്ട് ഉള്ള ബെഥാനിയ. ഇന്ന് അവിടെ ചെന്നാൽ കാണാൻ നമുക്ക് സാധിക്കും. ബെഥാനിയ, ലാസറിൻ്റെ ചൗടിയൊക്കെ ഇന്ന് നമ്മൾ കാണാവുന്നതാണ്. ബെഥാനിയ. ഈ ലാസറും സഹോദരിമാരും മർത്തയും മറിയവും യേശുവിൻ്റെ വലിയ സുഹൃത്തുക്കളായിരുന്നു. യേശു പലപ്പോഴും വീടുകളിൽ പോയിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും കാണും മറിയം സഹോദരിമാർ യേശുവിനെ സൽക്കരിക്കുകയും ചെയ്യുന്നതായിട്ട്. ഇനി ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിൻ്റെ പാദം പൂശിയത്. അത് പിന്നീട് 12-ാമത്തെ അധ്യായത്തിൽ വരാൻ പോകുന്നത്. അത് 12-ാമത്തെ അധ്യായത്തിൽ പ്രകാരം കാണും. 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിയൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങൾ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. ഈ മറിയത്തെക്കുറിച്ചാണ് മുൻകൂട്ടി അറിയിക്കുകയാണ്. ആരാണ് മറിയം? അപ്പോൾ യേശുവിൻ്റെ സുഹൃത്തുക്കളാണ് മർത്തയും മറിയവും. ഇവരുടെ സഹോദരനാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന സന്ദേശം ഇതാണ്: കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഒരു യാചനയാണ്, പ്രാർത്ഥനയാണ്. അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങയുടെ സുഹൃത്താണ്. ആരാണ് യേശുവിൻ്റെ സുഹൃത്തല്ലാത്തത്? എല്ലാവരുമാണ്. പക്ഷേ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം യേശു ഇവനെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിൻ്റെ സുഹൃത്താണ്. അപ്പോൾ യേശുവിൻ്റെ മറുപടി നോക്കുക. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. വസ്തുതയിൽ സംഭവിച്ചത് ഈ ലാസർ മരിക്കുന്നുണ്ട്. പക്ഷേ ഈ മരണത്തിന് അപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്നും ഈ മരണത്തിൽ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് തന്നെ നിത്യജീവിതത്തേക്കുള്ള ഒരു സൂചന നൽകുമെന്നും യേശു പഠിപ്പിക്കുകയായിരുന്നു. യേശു പോയില്ല. ഇത് തന്നെ ശ്രദ്ധേയമാണ്. എന്തേ ഉടനെ ചെന്നില്ല? അല്ലേ എന്തേ യേശു അവരെ സുഖപ്പെടുത്തിയില്ല? മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പ്രാർത്ഥിക്കുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ചും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചും ആവർത്തി പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. എന്തേ ദൈവം കേൾക്കുന്നില്ലേ? കേൾക്കാത്തത് കൊണ്ടല്ല. എപ്പോഴാണ് എന്തു മറുപടിയാണ് തരേണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചോദിക്കുവാൻ നിങ്ങൾ ലഭിക്കും, അന്വേഷിക്കുവാൻ കണ്ടെത്തും, മുട്ടുവാൻ തുറക്കപ്പെടും. പക്ഷെ എപ്പോഴാണ് തുറക്കുക എന്നറിയില്ല. തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഇവർ ആളയച്ചു. ലാസറും ആസന്ന മരണനായി കിടക്കുകയാണ്. വരണം. യേശു വന്നില്ല, ലാസർ മരിച്ചു.
എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്ന സാഹചര്യങ്ങൾ, അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു പാഠം. എങ്കിലും അവൻ രോഗിയായിരുന്നു എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൊണ്ട് ചെലവഴിച്ചു. അനന്തരം ശിഷ്യന്മാരോട് പറഞ്ഞു. ഇനിയാണ് അടുത്ത ഭാഗം, 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവന് കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാൻ തീരുമാനമാണ്. ഇപ്പോൾ ലാസറിൻ്റെ മരണത്തിൻ്റെ കാരണം, അതിനുണ്ടാകാൻ പോകുന്ന ഫലം, എപ്രകാരമാണ് യേശു ശിഷ്യന്മാർ നേരിടേണ്ടത് ഉള്ളൊരു സൂചനയാണ്. യഹൂദരെ ഭയന്ന് ഒളിവിൽ കഴിയുന്ന ശിഷ്യന്മാർ, യേശു കല്ലെറിയപ്പെടാൻ പോയ യേശു അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയാണ്. അപ്പോൾ യേശു ഒളിച്ചോടുമോ? യേശുവിന് ഭയമാണോ? അല്ല, ഒളിച്ചോടുന്നതല്ല, ഭയമല്ല. ദൈവനിശ്ചിതമായ സമയം വരെ കാത്തിരിക്കുക. ആ സമയമാകുമ്പോൾ പിന്നെ ഒളിച്ചോടണമില്ല. ഇപ്പോൾ ഇതാ സമയമായിരിക്കുന്നു, എൻ്റെ 12-ാം അധ്യായത്തിൽ കാണും സമയമായി, മഹത്വത്തിനുള്ള സമയമായി. അപ്പോൾ യേശു യൂദയായിലേക്ക് അല്ലെങ്കിൽ ജെറൂസലേമിലേക്ക് പോകാൻ തുടങ്ങുന്നിടത്ത് ശിഷ്യന്മാർ ഭയപ്പെടുകയായി. അവർക്ക് ജീവിതത്തിൽ കൊതിയുണ്ട്, പേടിയുണ്ട്. യഹൂദർ യേശുവിനെ കല്ലെറിയും, ഞങ്ങളെയും കൊല്ലുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് പോകാനായിട്ട് പേടിയാണ്. അത് സ്വാഭാവികമായ ഒരു ചിന്തയുമാണ്. അതിന് ഇവിടെ കൊടുക്കുന്ന പ്രത്യേക മറുപടി, പ്രത്യേകിച്ചും തോമസ് ലീഹായുടെ മറുപടി ശ്രദ്ധേയമാണ്. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഇരട്ട എന്നാണ് അർത്ഥം. ആരുടെ ഇരട്ടയാണ് എന്ന് സംശയമുണ്ട്. യേശുവിനെ പോലെ ഇരുന്നുണ്ട്, യേശുവിൻ്റെ ഇരട്ടാന്ന് പറയുന്നുണ്ട്. അല്ല, തദേവൂസിൻ്റെ മകനായ യൂദാസാണെന്ന് വരുന്നവരുണ്ട്. എന്തെങ്കിലാവട്ടെ, ഒരു ഇരട്ടപ്പേര് പോലെയാണ് ഇരട്ട. ദിദിമോസ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അവനോട് കൂടെ പോകണം. മരിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ മരിക്കുക, അവൻ മരിക്കുകയാണെങ്കിൽ അവനോടൊപ്പം നമ്മൾ മരിക്കും. അപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ അവസാനം വരെ മരണത്തിലും അവനോടൊപ്പം ആയിരിക്കാനായിട്ട് തീരുമാനമെടുത്ത ശിഷ്യനാണ് തോമ. മറ്റെല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ മരിക്കാനും സന്നദ്ധമായി യേശുവിൻ്റെ കൂടെ പോകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന തോമ ശ്ലീഹ. ആ തോമായുടെ മറുപടിയോടുകൂടിയാണ് ആ ഭാഗം അവസാനിക്കുക. ഒരു യാത്രയായി പോകുന്നത് മരിച്ച വീട്ടിലേക്കാണ്. എന്തിനു വേണ്ടിയാണെന്ന് അവർക്കറിയില്ല. യേശു പറയും, ഞാനവിടെ നിങ്ങളെ പ്രതി ഞാനവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ലാസറിനെ ഉയർപ്പിക്കാനാണ് യേശു പോകുന്നത്. മരണം അവസാനമല്ല എന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം നൽകാൻ കഴിവുള്ളവനാണ്, ജീവൻ്റെ നാഥനാണ് താനെന്നും ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറുന്നു ലാസറിൻ്റെ പുനരുത്ഥാനം. അതുകൊണ്ടാണ് യേശു പറയുക, ഞാനവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി 3-ാമത്തെ ഭാഗം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ മാർത്തയുമായുള്ള യേശുവിൻ്റെ സംഭാഷണം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറൂസലമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്ക് അറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നെനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രോസ് ഏറ്റുപറയുന്നതിന് മുമ്പേ, തോമ ഏറ്റുപറയുന്നതിന് മുമ്പേ ഏറ്റുപറയുന്നത് മർത്തയാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ മർത്തയുടെയും മറിയത്തിനും ചിത്രമുണ്ട്. അവിടെ മർത്ത സേവന തൽപരയായ ഒരു ആക്ടിവിസ്റ്റാണ് മർത്ത. അനേകം കാര്യങ്ങൾ വ്യഗ്രതയായിരിക്കുന്നു. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുന്ന മർത്തയെ ശാസിക്കുന്ന രീതിയിൽ അതേ ഓർമ്മപ്പെടുത്തുന്ന യേശുവായുള്ള സംഭാഷണം ഇവിടെ മറ്റൊന്നായി മാറുകയാണ്. മറ്റാരേക്കാളും ആദ്യമായിട്ട് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവായി ഏറ്റുപറയുന്നു.
അപ്പോൾ അതിന് കൊടുക്കുന്ന യേശു അവളേക്ക് നയിക്കുന്ന ആ വെളിപ്പാട് നോക്കൂ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അപ്പോൾ യേശു പറയാം ലാസർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ മർത്ത മനസ്സിലാക്കുന്നത് ലോകാവസാനത്തെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ കാലത്ത് യഹൂദരുടെ രണ്ട് കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്കറിയാം, സദ്ദുക്കായർ നേതൃത്വത്തിലുണ്ടായിരുന്നവർ മരണത്തിന് ശേഷം പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല, മരണത്തോടെല്ലാം അവസാനിക്കുന്നു, അതായിരുന്നു സദ്ദുക്കാരുടെ നിലപാട്. അതേസമയം ഫരിസേയർ വിശ്വസിച്ചിരുന്നു മരണത്തിന് ശേഷം പുനരുത്ഥാനം ഉണ്ടാവും. ഇപ്പോൾ ഫരിസേയരും സദ്ദുക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇവിടെ മർത്ത പറയും പുനരുത്ഥാനമുണ്ട്, ഞങ്ങൾക്കറിയാം, ലോകാവസാനം ഉണ്ടാകും. പക്ഷേ യേശു പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ച് അതിന് മുമ്പുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ പുനരുത്ഥാനം, എന്താണ് ജീവനെന്ന് യേശു പറയുക. ശരീരത്തിൻ്റെ പുനരുത്ഥാനം മാത്രമല്ല അത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാണ് ജീവൻ, എന്നിൽ ജീവിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ശാരീരികമായ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് 5-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചതായിരുന്നു. ഇവിടെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശാരീരികമായ മരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നിത്യമായ ജീവൻ. എന്നേക്കും ജീവിക്കും, ദൈവത്തോട് നിശ്ചയിക്കുക. ജീവൻ എന്ന ദൈവത്തോട് നിന്നുള്ള ജീവനാണ്. ശരീരത്തിൻ്റെതായ ഭാവഭേദങ്ങൾ മാറും. ഈ ശരീരം മരിച്ചു മണ്ണാവും, പക്ഷേ ഞാൻ മരിക്കുന്നില്ല. പുനരുത്ഥാന സമയത്ത് ഈ ശരീരം വീണ്ടും ഉയർത്തി നിൽക്കും, പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കാതെ ദൈവത്തോട് നിശ്ചയിക്കും. അപ്പോൾ നിത്യജീവൻ എന്നിൽ തന്നെ ഇപ്പോൾ തന്നെയുണ്ട് യേശുവിലൂടെ. അതിനാണ് മർത്ത പറയുക, കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത അത് മറിയവുമായുള്ള സംഭാഷണമാണ്. 28-37 വാക്യങ്ങളിൽ ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തെങ്കിൽ കരയാൻ പോവുകയാണ് എന്നവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശുവിൻ്റെ മറ്റൊരു ഭാവം ഇവിടെ പ്രകടമാവുകയാണ്. കരുണയുള്ള ദൈവം, കരയുന്നവരുടെ കരുണ കാണിക്കുന്ന, മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തമായി ഏറ്റെടുക്കുന്ന, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന ദൈവിക സാന്നിധ്യമാണ് യേശുവിടെ കാണുക. കണ്ണു തുറക്കാത്ത, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളല്ല ദൈവമെന്ന് ഇവിടെ വ്യക്തമായി എടുത്തു കാണിക്കുന്നു കരയുന്ന യേശുവിൻ്റെ ചിത്രത്തിലൂടെ. അപ്പം മറിയത്തിന് വാസ്തവത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. മറിയം മാർത്ത പറഞ്ഞ കാര്യം തന്നെയാണ് പറയുക. സഹോദരൻ നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖമാണ്. എല്ലാം അവസാനിച്ചു, നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചെയ്ത കുറ്റാരോപണം പോലെ അല്ലെങ്കിൽ നിരാശ, സങ്കടം അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊരു അവസരമായിരുന്നു. ഇപ്പോൾ യേശുവിന് അവരോടുള്ള സ്നേഹം വളരെ വ്യക്തമാകുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 5-ാമത്തെ ഭാഗം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിൻ്റെ മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും വരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഇതാണ് ലാസറിൻ്റെ പുനരുത്ഥാനം. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു മുന്നോടി പോലെയാണ്. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വസിക്കുക. ഇവിടെ 4-ാം ദിവസമാണ്, 4 ദിവസത്തിന് ശേഷമാണ് ഒരു. ഏതായാലും ജീവൻ്റെ നാഥനാണ് യേശു. മരണമല്ല ജീവൻ്റെ അവസാനം, ജീവനാണ് മരണത്തെക്കാൾ ശക്തം എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക. മാർത്തയോട് പറയുന്ന വാക്കാണ്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ മർത്ത വിശ്വാസം ഏറ്റു പറയുന്നുണ്ടെങ്കിലും ആ വിശ്വാസം എന്താണെന്ന് ഇപ്പോൾ സംഭവിക്കുന്നവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ബലഹീനമായ, ദുർബലമായ വിശ്വാസം അതിനെ ശക്തിപ്പെടുത്തുകയാണ് യേശു ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ വാക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്.
പിതാവെ ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്ന കാര്യങ്ങളിൽ ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസമുണ്ട്, പിതാവ് തൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ വിശ്വാസമാണ് ഇവിടെ എടുത്തു പറയുക. മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അത്ഭുതം നടന്നു. വാസ്തവത്തിൽ ഇത് മനോഹരമായി എല്ലാവരും അംഗീകരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കുക. 45 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി. സാൻഹെദ്രിൻ സംഘമാണ് 70 അംഗങ്ങളുള്ള പ്രധാന പുരോഹിതൻ പ്രസിഡൻ്റായിരിക്കുന്ന ഏറ്റവും വലിയ ഉന്നത സമിതിയാണ് വിളിച്ചുകൂട്ടുക. നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവൻ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. എന്താണ് കാരണം? ഇവരിൽ എല്ലാവരും കൂടെ പോകുന്നത്, നമ്മുടെ ആൾക്കാർ കടന്നു പോകുന്നതാണോ പേടി? ഇവരുടെ ഭയം ഇതാണ്, യേശുവിൻ്റെ കൂടെ എല്ലാവരും പോയാൽ നിങ്ങളുടെ റോമക്കാർ നശിപ്പിക്കണം. മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഒരു വിപ്ലവമാണ് ഒരാൾ പോകുന്നത് വിചാരിക്കുന്നു. പക്ഷേ റോമിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് റോമിൻ്റെ അംഗീകാരത്തോടെ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് യേശു ഒരു ഭീഷണിയായി മാറുന്നു. ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ പോലും രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകളാണ് ഈ മത നേതൃത്വത്തിനുള്ളത്. സാൻഹെദ്രിൻ സംഘം അവർ പറയുന്നു, ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായിരുന്ന കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തു തെറ്റാണ് ചെയ്തതെന്ന് പറയുന്നില്ല. അവൻ ജനം നശിക്കാതിരിക്കാൻ അവൻ മരിക്കണം. ഇപ്പോൾ അതിന് എന്താണ് അർത്ഥം? യോഹന്നാൻ പറയുകയാണ്, ഇത് അവൻ സ്വമേധയാ പറഞ്ഞതല്ല. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ തീരുമാനമായി. പലതവണ ആലോചിച്ചു, കല്ലെറിയാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ഔദ്യോഗികമായ തീരുമാനമെടുത്തു. വിചാരണ ചെയ്യാതെ, കുറ്റമെന്താണെന്ന് പറയാതെ, ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ യേശുവിന് വധശിക്ഷ വിധിക്കുകയാണ്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗം 54 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും യേശു യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രൈം പട്ടണത്തിൽ ശിഷ്യരോട് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായി പെസഹായ്ക്ക് മുമ്പേ ജെറൂസലമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വിചാരിക്കുന്നു, അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. ഇവിടെയാണ് അവസാനിക്കുക. ഈ അടയാളങ്ങളുടെ പുസ്തകം അവസാനിക്കുകയാണ് 11-ാമത്തെ അധ്യായത്തിലൂടെ. ഇനി 12-ാമത്തെ അധ്യായത്തിൽ അത് പൂർണ്ണമാകും. പക്ഷേ അവസാനത്തെ 7-ാമത്തെ അടയാളമായിട്ടെടുത്ത് കാണിക്കുക. വിശ്വസിക്കാൻ ആവശ്യത്തിന് മിച്ചം അടയാളങ്ങൾ യേശു പ്രവർത്തിച്ചു, അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു. പക്ഷേ എങ്ങനെയോ സത്യത്തിന് നേരെ കണ്ണടച്ച, ഹൃദയം കഠിനമാക്കിയ നേതാക്കന്മാർക്ക് അത് സ്വീകരിക്കാൻ സാധിച്ചില്ല. ഓരോ അടയാളങ്ങളും അവരെ കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് താഴ്ത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് സംഭവിക്കാം. യേശുവിനെ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്നത് പലപ്പോഴും ഈ ഹൃദയ അന്ധത മൂലമല്ലേ എന്ന് ചോദിക്കണം. സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെതിരെ കണ്ണടയ്ക്കുന്ന അത് രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, മത നേതാക്കന്മാരാവട്ടെ, ഇവിടെ ഈ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ അതേ അവസ്ഥയിലാണ് സംഭവിക്കുന്നതെന്ന് തോന്നും. സത്യം തിരിച്ചറിഞ്ഞിട്ടും അംഗീകരിക്കാൻ കഴിയാതെ പോവുക. ഇപ്പോൾ പ്രകാശമുള്ളപ്പോൾ പ്രകാശത്തിൽ നടക്കുന്നു, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശത്തിൽ നടക്കുവിനെന്ന് യേശു പറഞ്ഞു. നമുക്കും സംഭവിക്കാം. ആത്മീയ അന്ധത ബാധിച്ചാൽ സത്യം തിരിച്ചറിയാൻ കഴിയാതെ പോകാം. അത് ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ കൊണ്ടായിരിക്കാം, തെറ്റായ ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കാം. ഇവിടെ നേതാക്കന്മാരാരും അവർ തന്നെ മോശക്കാരായിരുന്നു, അവർ തെറ്റുകാരാണെന്ന് പറയാനാവില്ല. പക്ഷേ അവർക്ക് ഭയമുണ്ടായിരുന്നു. ഈ വന്നിരിക്കുന്നത് തങ്ങളുടേതായ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക. അവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. ഇസ്രായേലുകൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഈ മനുഷ്യനെ എങ്ങനെ ദൈവമായി സ്വീകരിക്കാൻ സാധിക്കും? എങ്ങനെ ഇവൻ ദൈവത്തിനായി വിശ്വസിക്കാൻ സാധിക്കും? ദൈവം തന്ന പ്രമാണങ്ങൾ ലംഘിക്കുന്നവനെ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവാചകനായി ഇരിക്കാൻ സാധിക്കും? യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ അത് മുൻവിധിയോടെ കാണുന്ന നേതൃത്വത്തിന് യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഒന്ന് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അവനെ ഉന്മൂലനം ചെയ്യുക. ദൈവത്തിൻ്റെ സ്വരത്തിന് കാതടയ്ക്കുന്ന, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കെതിരെ ഹൃദയമടയ്ക്കുന്ന ഒരു നേതൃത്വത്തിന് സംഭവിച്ചത് ഇന്ന് ആർക്കും സംഭവിക്കാം. അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി, രക്ഷകനായി
ലോകത്തിൻ്റെ പ്രകാശമായി യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്ന വിമോചകനായി ഏറ്റുപറയാനുള്ള കൃപ കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.